അക്ഷരലോകത്ത് അറിവ് പകർന്ന് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ 18 വർഷം പിന്നിടുന്നു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസുകളോടെ തുടങ്ങിയ സ്കൂളിൽ ഇതിനകം 7ാം സ്റ്റാൻഡ് വരെയുള്ള ക്ലാസുകളുണ്ട്. യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ചെയർമാൻ അബ്ദുൾ സത്താറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടന്നുവരുന്നത്. പഠനത്തിനു പുറമെ യോഗ, കരാട്ടെ, ഡാൻസ്, പാട്ട് എന്നിവയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് എന്നീ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം സ്കൂളിലേക്കായി ഒരുക്കിയിട്ടുണ്ട്. യോഗ്യത നേടിയവരും പരിചയസമ്പന്നരുമായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകതയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. ഒലിവ് ഇന്റർനാഷണൽ അൽബീർ എന്ന വിദ്യാലയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ഇസ്ലാമിക മതപഠനത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്കൂളാണിത്. അക്ഷരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യപ്രകാശ്. സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി വുമൺ ഇൻ സിനിമ കളക്ടീവ് WCC 2019 മുതൽ 2024 വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഈ ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ WCC വർഷങ്ങളായി മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാം എന്ന വാദം സിസ്റ്റത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. സുതാര്യതയോടുകൂടി റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തുവരുന്നത് ഉപയോഗപ്രദമായ പരിഹാര നടപടികൾ പ്രാവർത്തികമാക്കുന്നതിനും പുരോഗമനപരമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഉപകരിക്കുമെന്ന് WCC ശക്തമായി വിശ്വസിക്കുന്നു. വരും തലമുറകൾക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പുവരുത്താൻ ഉതകുന്ന ജനങ്ങൾ നൽകുന്ന നികുതിപ്പണം ഉപയോഗിച്ച് നടത്തിയ ഒരു സുപ്രധാനമായ പഠനം, തുറന്നു പറച്ചിലുകൾ നടത്തിയ അതിജീവിതരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആ പഠന റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങളും നിലവിൽ സിനിമാ വ്യവസായത്തെ അപകടത്തിലാക്കുന്ന അനീതികളും അസന്തുലിതാവസ്ഥയും നിർബന്ധമായും പുറത്ത് വരേണ്ടവയാണ്. ഇതുകൂടാതെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനങ്ങളും അനീതികളും തുറന്നു കാണിക്കുന്ന ഷിഫ്റ്റ് ഫോക്കസ് പോലെയുള്ള പഠനങ്ങൾ നടത്തി ബെസ്റ്റ് പ്രാക്ടീസസ് റെക്കമെൻഡേഷൻസ് അടക്കം കളക്ടീവ് ഇതിനു മുൻപും സർക്കാരിന് നൽകിയിട്ടുണ്ട്. RTIയുടെ പിന്തുണയോടെ കൂടി മുന്നോട്ട് വന്നിരിക്കുന്ന കമ്മീഷൻ നിർദ്ദേശത്തിന് പൂർണ്ണമായ പിന്തുണയുമായി മുന്നോട്ട് വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി. നിലനിൽക്കുന്ന അനീതികളെ പൊളിച്ചെഴുതി കൂടുതൽ ലിംഗസമത്വമുള്ള തൊഴിലിടങ്ങൾ ഉണ്ടാകട്ടെ. വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലോടുകൂടിയെങ്കിലും അതിജീവിതർക്ക് നീതി ലഭിക്കുമെന്നും ഭാവിയിലെങ്കിലും നിർഭയരായി വിവേചനവും വേർതിരിവും ചൂഷണങ്ങളും ഇല്ലാത്ത തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നും പ്രത്യാശിക്കുന്നതായും WCC ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. മലയാളത്തിലെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വുമൺ ഇൻ സിനിമ കളക്ടീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി രൂപം കൊണ്ടത്. 2019 കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിലെത്തിയെങ്കിലും ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. ഇതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം വിവരാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയത്. കമ്മീഷൻ ഇടപെട്ടതോടെ റിപ്പോർട്ട് പരസ്യമാക്കാനുള്ള നീക്കങ്ങളിലാണ് സർക്കാർ. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.